ഹലോ. കുറേ ദിവസമായിട്ട് മീൻകറി കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി ഇന്ന് പോയി കുറച്ച് മീൻ വാങ്ങാമെന്ന്. ഞങ്ങളിവിടെ കാനഡയിൽ ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ പെട്ടെന്ന് പച്ചമീൻ കഴിക്കണം തോന്നിയാൽ ഓടിപ്പോയി വാങ്ങാനൊന്നും ഒരു സ്ഥലമില്ല. ഞാനിവിടെ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി കുറച്ച് ഫ്രോസൺ ഫിഷാണ് എനിക്ക് കിട്ടിയത്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ വാങ്ങിയത് കാണിച്ചു തരാം. ഇത് കുറച്ച് ചൂര മീനാണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ബോണൊന്നുമില്ല, അങ്ങനെ അവർ വെച്ചിരിക്കുന്ന ഇത് ഞാനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ കൊഞ്ച്, അതും ഒരു 10-20-25 വരുമായിരിക്കും. ഇതും ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ നെത്തോലി മീൻ, കാണുന്നുണ്ടോ? ഇത് കണ്ടപ്പോൾ ഇത് ഞാനൊരു പാക്കറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഈ 3 മീനാണ് എടുത്തത്. ഇത് നമുക്ക് ഈ ചൂര ഇത് വയ്ക്കാം. പിന്നെ ഇവിടുത്തെ ഇവിടെ തേങ്ങയൊക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ സാധാരണ തേങ്ങ ഒരു 2 പ്രാവശ്യം വാങ്ങി നോക്കി, 2 പ്രാവശ്യം പണി കിട്ടി. ഒരുമാതിരി കേട് വന്ന തേങ്ങ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ പിന്നെ തേങ്ങയും ഫ്രോസൺ തേങ്ങ തന്നെ വാങ്ങി തുടങ്ങി. അപ്പം നമുക്ക് ഇന്ന് ചൂരക്കറി വയ്ക്കാം. പാറക്കല്ലോ. ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു പകുതി വറുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചുവന്ന ഉള്ളി ഒരു 5-6 എണ്ണം, ഇച്ചിരി കരിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇതൊക്കെയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം. സത്യം പറഞ്ഞാൽ കുറച്ച് അധികം ക്ഷമ വേണ്ട പരിപാടിയാണ് ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. പെട്ടെന്ന് നമ്മൾ സമയമില്ലാതെ പെട്ടെന്ന് കട്ടിക്കുട്ടി പോകാമെന്ന് കരുതിയാൽ ഇതെല്ലാം കരിഞ്ഞു പോവുകയുള്ളൂ, നമ്മൾ തീയൊക്കെ കൂട്ടി വെച്ചാൽ. അതുകൊണ്ട് കുറച്ചധികം സമയമെടുക്കുന്ന പരിപാടി തന്നെയാണിത്. പിന്നെ തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്ത് കഴിയുമ്പോഴത്തേനും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് വറുക്കണം. ആ ഒരു മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ചട്ടിയൊന്നുമില്ല, സോ ഞാൻ ഒരു പാനിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കുക. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു 2-2.5 സ്പൂൺ ഉപ്പിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നോക്കി ഉപ്പിടാം. പിന്നെ ഞാൻ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. അത് നല്ല മണമൊക്കെയാണ് ഈ ഉലുവപ്പൊടിയൊക്കെ മീനിടുമ്പോഴത്തേനും. പിന്നെ കുറച്ച് പച്ചമുളകും തക്കാളി, ഒരു വലിയൊരു തക്കാളിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് ഉപ്പും പുളിയൊക്കെ കണക്കാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അലുവ കഷ്ണം പോലത്തെ മീനായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഫ്രഷ് ആയിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഫ്രോസൺ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും എനിക്ക് തോന്നുന്നു ഫ്രഷ് മീനിനെക്കാട്ടിയും ഫ്രഷ് ആയിരുന്നു. അങ്ങനെയല്ലല്ലേ. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും നല്ലതായിരുന്നു. ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് 15 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും മീൻ കറി സെറ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ നോക്കി സൈഡായിട്ട് എന്തെങ്കിലും വേണ്ടേ.
ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് വള്ളിപ്പയർ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ വള്ളിപ്പയർ എന്ന് പറയണത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് പേര് ഇതിനെ അച്ചിങ്ങ പയർ അങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കറിയില്ല. ഞങ്ങളിതിനെ വള്ളിപ്പയർ എന്ന് പറയണേ. അപ്പോൾ അതിരുന്നു. അപ്പം ഞാൻ കരുതി അത് വെച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. ഈ പയർ അത്യാവശ്യം വേകാൻ കുറച്ച് സമയം എടുക്കുന്ന പയറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് വേകാൻ വെച്ചത്. എന്നിട്ട് അതൊരു മുക്കാൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സവാളയും പച്ചമുളകും കൂടെ ഞാൻ ചേർക്കും. അങ്ങനെയാണ് ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴത്തേനും കറക്റ്റായിരിക്കും. സവാളയുടെയും പയറിൻ്റെയും ഒക്കെ വേവ് കറക്റ്റായിരിക്കും. ഇല്ലെങ്കിൽ സവാള അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സംഭവം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കിയല്ലോ, അതിന് കടു വറുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കടു ഇടുക. പിന്നെ നമ്മുടെ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ, കടു പൊട്ടി കഴിഞ്ഞതിന് ശേഷം ചുവന്ന ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇടുക. നല്ല മണം ഇത് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ, ഒരു രക്ഷയില്ലാത്ത മണം. അങ്ങനെ അത് മൂത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അത് മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് വരാമേ. നല്ല ആവി പറക്കുന്ന ചോറ്. കുറച്ച് മെഴുക്ക് വരട്ടി നമുക്ക് മീൻകറി പോരാം. ഇനി കൊതിക്കും വേണ്ടി ഞാൻ 2 പീസ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റിയാ. ചൂടാണ്. ഫ്രൈ കഴിച്ചു നോക്കാം. അടിപൊളി. ഞാൻ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അടിപൊളിയാണെന്ന് പറയാം. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് വരാമേ. ടാറ്റാ.